ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിൽ പലരും ചെയ്യാറുള്ള അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്കിനെ കുറിച്ചാണ്. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് അറിഞ്ഞ് എക്സൈറ്റഡ് ആയ ഒരു സമയത്ത് ഞാനും ഇതുപോലെ തന്നെ ചെയ്യാറുണ്ടായിരുന്നു. തുടക്കക്കാർ പലരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു തെറ്റാണിത്. അത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ലോ ഓഫ് അട്രാക്ഷൻ വീഡിയോ കാണുന്നു. അതിനു താഴെ കമന്റ് ബോക്സിൽ നമ്മുടെ പ്രോബ്ലംസിനെ കുറിച്ച് വിശദീകരിക്കുന്നു. അതിനുശേഷം ഈ പ്രോബ്ലംസ് ഇല്ലാതാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ആ യൂട്യൂബറിനോട് ചോദിക്കുന്നു, അല്ലേ? ഇതിൽ എന്താണ് തെറ്റ്? ആകർഷണ നിയമത്തെക്കുറിച്ച് ഇന്നോ ഇന്നലെയോ അറിഞ്ഞ് ഇതിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെ ചോദിക്കുന്നതെങ്കിൽ നമുക്ക് തെറ്റു പറയാനാകില്ല. പക്ഷേ ഇതിന്റെ തിയറി നല്ല രീതിയിൽ മനസ്സിലാക്കിയ ഒരു വ്യക്തി വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നത് വലിയൊരു തെറ്റാണ്. അതായത് കമന്റ്സിൽ ചോദ്യത്തിന്റെ രൂപത്തിലായാലും നമ്മുടെ പ്രശ്നങ്ങൾ, പാസ്റ്റിൽ സംഭവിച്ച നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ചെയ്തുപോയ തെറ്റുകൾ, ഇതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് വഴി നമ്മൾ ആ പ്രോബ്ലംസിന് വീണ്ടും ശക്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചിലർക്ക് മറ്റൊരു രീതിയുണ്ട്. അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് വെറുതെ അവർ കമന്റ് സെക്ഷനിൽ വന്ന് പറഞ്ഞിട്ട് പോകും. ഉദാഹരണത്തിന്, ഈയിടെ ഒരു യൂട്യൂബ് വീഡിയോയുടെ കമന്റ് ബോക്സിൽ കണ്ടതാണ്. ഒരു വ്യക്തി കമന്റ് ഇട്ടിരിക്കുകയാണ്: എനിക്ക് ഒരു നിശ്ചിത തുക കടബാധ്യതയായിട്ടുണ്ട്. അദ്ദേഹം വളരെ വ്യക്തമായി ആ എമൗണ്ട് പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നും സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അവിടെ തീർന്നില്ല. അതേ പ്രശ്നമുള്ള മറ്റൊരു വ്യക്തി അദ്ദേഹത്തിന് റിപ്ലൈ കൊടുത്തു: എനിക്ക് താങ്കളുടെ അത്രയും ബാധ്യതയില്ല, പക്ഷേ എനിക്കും ഒരു എമൗണ്ട് കടമായിട്ടുണ്ട്. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ആ രൂപത്തിലാണ് കമന്റ്. സത്യത്തിൽ അദ്ദേഹം അവിടെ സെയിം എനർജിയിലുള്ള മറ്റൊരാളെ ആകർഷിക്കുകയാണ് ചെയ്തത്, അല്ലേ? അതുപോലെ മറ്റു ചില കമന്റ്സ്. രണ്ട് വ്യക്തികൾ തമ്മിൽ ചർച്ചയിലാണ്. അവർ ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള അറിവല്ല പരസ്പരം ഷെയർ ചെയ്യുന്നത്, മറിച്ച് അവരുടെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. ഇതുകൊണ്ട് സത്യത്തിൽ എന്താണ് പ്രയോജനം? അവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. പക്ഷേ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഏതൊരാളും മനസ്സിലാക്കേണ്ട കാര്യമാണിത്. ഒരിക്കലും ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോയുടെ താഴെ പറയാൻ പറ്റിയ കമന്റ്സ് അല്ല ഇതൊന്നും. കാരണം ലോ ഓഫ് അട്രാക്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറി എന്തെന്നാൽ, നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കരുത് എന്നുള്ളതാണ്. മറിച്ച് അങ്ങനെ ചെയ്യുന്നത് വഴി നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് കൂടുതൽ പവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കുമോ ആ ഒരു മൈൻഡ് സെറ്റ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കണം. ഇത്തരത്തിൽ നമ്മൾ അതിൽ നിന്നും ഫോക്കസ് മാറ്റുമ്പോഴാണ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴി നമ്മുടെ മുന്നിൽ തെളിയുക. അതുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള കമന്റ്സ് ഇട്ട് സമയം കളയുന്ന നേരത്ത് ഏത് വീഡിയോ ആണോ നമ്മൾ ഫോളോ ചെയ്യുന്നത് അതിൽ പറയുന്ന കാര്യം കൃത്യമായി ചെയ്യുകയും നമുക്ക് ഓൾറെഡി ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യുക. അപ്പോൾ തീർച്ചയായും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. ഓക്കെ ഫ്രണ്ട്സ്, ഈ മിസ്റ്റേക്ക് ആവർത്തിക്കുന്നവരോട് നിങ്ങൾ തീർച്ചയായും ഇക്കാര്യം പറഞ്ഞു കൊടുക്കുക. താങ്ക്